നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള തീരത്ത് അറബിക്കടലിൽ കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കൈകഴുകി കപ്പൽ കമ്പനി. നഷ്ടപരിഹാരമായി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട തുക വളരെ കൂടുതലാണെന്നും ഇത് നൽകാനാവില്ലെന്നും കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അതായത് MSC ഇന്ന് ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ്. കപ്പലിന്റെ ഉടമസ്ഥർ തങ്ങളല്ലെന്ന വാദവും കമ്പനി മുൻപോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ കപ്പൽ മുങ്ങി എന്നതിലും പരിസ്ഥിതി മലിനീകരണം ഉണ്ടായി എന്നതിലും തർക്കമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. എത്ര രൂപ നഷ്ടപരിഹാരമായി നൽകാമെന്ന കമ്പനിയുടെ അഭിപ്രായം അറിയിക്കാനും ജസ്റ്റിസ് AM അബ്ദുൾ ഹക്കീം നിർദ്ദേശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തുള്ള MSC അക്കിറ്റേറ്റ 2 ഇന്ന് വരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവും കോടതി നീട്ടിയിട്ടുണ്ട്. സർക്കാർ വിവിധ വിഭാഗങ്ങളിലായി നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് വൻ തുകയാണെന്ന് കപ്പൽ കമ്പനി വാദിച്ചു. ഇന്ധന ഓയിൽ ചോർന്നിട്ടില്ലാത്തതിനാൽ സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല. പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ കരക്കഴിഞ്ഞത് പരിസ്ഥിതി പ്രശ്നം മാത്രമല്ല കപ്പൽ മുങ്ങിയത് കേരളത്തിന്റെ സമുദ്ര അതിർത്തിക്ക് ഉള്ളിലല്ല. അതിനാൽ കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ നഷ്ടപരിഹാരത്തിന് സ്യൂട്ട് നൽകേണ്ടത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് ഇക്കാര്യം ചെയ്യേണ്ടതെന്നാണ് കപ്പൽ കമ്പനി കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. എന്നാൽ കപ്പൽ മുങ്ങി എന്നതിലും പരിസ്ഥിതി മലിനീകരണം ഉണ്ടായി എന്നതിലും തർക്കമില്ലെന്നും ജസ്റ്റിസ് അബ്ദുൾ ഹക്കീം ചൂണ്ടിക്കാട്ടി. എത്ര അളവിൽ പരിസ്ഥിതി മലിനീകരണം ഉണ്ടായി എന്നതാണ് തർക്കം. പ്ലാസ്റ്റിക് തരികൾ കടലിൽ നിന്ന് ടൺ കണക്കിന് ശേഖരിച്ചത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. തുടർന്ന് ഏതൊക്കെ വിധത്തിലാണ് കമ്പനി നഷ്ടപരിഹാരം കണക്കാക്കുന്നത് എന്നും ഇക്കാര്യം അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ കപ്പലിന്റെ ഉടമസ്ഥർ തങ്ങളല്ലെന്ന് കോടതിയിൽ നൽകിയ എതിർ സത്യവാങ്മൂലത്തിൽ കമ്പനി വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യമാണ് ഇന്ന് കോടതിയിലും ഉന്നയിച്ചത്. ലൈബീരിയയിൽ രജിസ്റ്റർ ചെയ്ത എൽസ 3 മാരിടൈം കമ്പനിയാണ് കപ്പലിന്റെ ഉടമസ്ഥർ എന്നാണ് കമ്പനി പറയുന്നത്. പനാമയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൾട്ടി കണ്ടെയ്നർ മാനേജ്മെന്റ് കമ്പനിക്ക് ബെയർ ബോട്ട് ചാർട്ടർ പ്രകാരം കപ്പൽ വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. MCM കമ്പനി കപ്പൽ നിശ്ചിത കാലാവധിയുടെ അടിസ്ഥാനത്തിൽ ടൈം ചാർട്ടർ പ്രകാരം MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുന്നു. എന്നാൽ കപ്പലിന്റെ സാങ്കേതിക കാര്യങ്ങളുടെയും രാജ്യാന്തര സുരക്ഷ കൈകാര്യം ചെയ്യുന്നതിന്റെയും ഉത്തരവാദിത്തം സൈപ്രസ് കേന്ദ്രമായ MSC ഷിപ്പ് മാനേജ്മെന്റ് ലിമിറ്റഡിനാണ്. കപ്പൽ മുങ്ങിയതിൽ ആകെ 9,531 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്രയും വലിയ തുകയാണ് തരാൻ സാധിക്കില്ല എന്ന് കപ്പൽ കമ്പനി ഇപ്പോൾ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും കേവലം 13 നോട്ടിക്കൽ മൈൽ അകലെ മെയ് 25-നാണ് MSC എൽസ 3 എന്ന ചരക്ക് കപ്പൽ മുങ്ങിയത്. ഇതിൽ അപകടകരമായ കാർഗോ അടക്കം 643 കണ്ടെയ്നറുകളാണുള്ളത്. ഈ അപകടത്തിലൂടെ സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി, ജൈവ ആവാസ, മത്സ്യബന്ധന, പൊതുജന ആരോഗ്യത്തിന് വൻ നാശനഷ്ടമുണ്ടായി എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. തീരമേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള മലിനീകരണവും നാശനഷ്ടവും, മത്സ്യബന്ധന മേഖലയ്ക്ക് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക നഷ്ടം, അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യൽ, മനുഷ്യ വിഭവശേഷി തുടങ്ങിയ ഇനങ്ങളിൽ സർക്കാരിനുണ്ടായിട്ടുള്ള ചെലവ് എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. സമുദ്രമേഖലയിൽ ഉണ്ടായിട്ടുള്ള പാരിസ്ഥിതിക നഷ്ടത്തിന് 8,626.12 കോടി രൂപയും പാരിസ്ഥിതിക സന്തുലനം നിലനിർത്താനുള്ള നടപടികൾക്ക് 378.48 കോടി രൂപയും മത്സ്യബന്ധന മേഖലയ്ക്കും മറ്റും ഉണ്ടായിട്ടുള്ള നഷ്ടം നികത്താൻ 526.51 കോടി എന്നിങ്ങനെ കണക്കാക്കിയാണ് ആകെ 9,531 കോടി രൂപ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും കമ്പനി എത്ര നൽകാൻ സാധിക്കുമെന്നാണ് കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും കമ്പനി ഉടമസ്ഥർ കപ്പലിന്റെ തീരുമാനം കോടതിയെ അറിയിക്കുക. അത് കഴിഞ്ഞായിരിക്കും അടുത്ത ഘട്ടത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് കേരളം തീരുമാനിക്കുന്നത്.